Hi friends, എൻ്റെ പേര് വിപിൻ. വെൽക്കം ടു അവർ ചാനൽ അവിയൽ പ്ലാനറ്റ്. ഒരു പഴയ ടയർ കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ ടയറാണ്. അപ്പോൾ ഇതിന് നമ്മളെ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോണ്ടാക്കിയിട്ട് മാറ്റാൻ പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടയർ ഇതാ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കലാണ് ആദ്യത്തെ പണി. നല്ല മൂർച്ചയുള്ള കത്തി എടുത്താൽ എളുപ്പത്തിൽ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ടയറിൽ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി ഹോൾ ഇട്ടാൽ പിന്നെ പണി എളുപ്പമാണ്. കത്തിയുടെ മൂർച്ച കുറയുമ്പോൾ ഇടയ്ക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മൂർച്ച കൂട്ടിയാലും മതി. നമ്മളപ്പോൾ ടയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടയറിൻ്റെ ഉൾവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിടണം. നമുക്കിതിനെക്കുറിച്ച് പണിയെടുക്കേണ്ടി വന്നു. കാരണം അധികം പഴക്കല്ലാത്ത ടയറായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് കട്ടയൊന്നും അധികം തേഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്തിരി മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു ഈ ടയർ തിരിച്ചിടാൻ. പക്ഷെ നന്നായി തേഞ്ഞ ടയർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് പുറംതിരിച്ചിടാം. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ടയർ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോഴേ എഡ്ജൊന്നും അത്ര ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ടയറിൻ്റെ എഡ്ജൊന്ന് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ഈ ടയറിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ ടയറിൻ്റെ അകവും പുറവും പെയിൻറ് ചെയ്യുന്നുണ്ട്. മണ്ണ് പോയില്ലെങ്കിൽ പെയിൻറ് ശരിക്കും പിടിക്കില്ല. ടയറൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ടാക്കലാണ് അടുത്ത പണി. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ടയറിനുള്ളിൽ വിരിച്ചിട്ട് നമുക്ക് പോണ്ട് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് എവിടേക്കെങ്കിലും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ വെള്ളം മാറ്റാനൊക്കെ നല്ല പ്രയാസവും. ഇപ്പോൾ ലീക്കായാലും പണി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സിമെൻറ്റ് മിക്സർ കൊണ്ടാണ് ബേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഉറപ്പ് വേണ്ടതുകൊണ്ട് തന്നെ 1:1 എന്ന അനുപാതത്തിലാണ് നമ്മൾ സിമെൻറ്റ് മണലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് പോണ്ടിൻ്റെ ചുവടുണ്ടാക്കിയെടുക്കാം. ഈ ഒരു ലെവലിൽ ആദ്യം നമ്മൾ സിമെൻറ്റ് മിക്സ് ഇടണം. പിന്നെ നല്ലതുപോലെ ഉറപ്പ് കിട്ടാൻ കമ്പിയോ നെറ്റോ എന്തെങ്കിലുമൊക്കെ ഇതിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പഴയ കുടയുടെ കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വെക്കാൻ വേണ്ടി പോണത്. ഇനി ഇതുപോലെ കമ്പികളിട്ട ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സിമെൻറ്റ് മിക്സൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ലെവലാക്കി എടുക്കാം. ഒരേ ലെവലായി കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ നമുക്കിത് മിനുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ പ്രധാനപ്പെട്ട പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം വെക്കാം. അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ ചൂടുഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം നിറച്ച് ഒരു 5 ദിവസം നല്ലതുപോലെ സെറ്റാവാൻ വേണ്ടി വെക്കണം. നമ്മൾ പോണ്ടപ്പോൾ അടിപൊളിയായിട്ട് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. പൊട്ടലോ ലീക്കോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മളിതിൽ മീനെ ഇടാൻ പോകുന്നതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റിൻ്റെ പുളിപ്പ് ഒന്ന് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ പുളിപ്പ് കളയാനൊരു വിദ്യ ഉണ്ട് കേട്ടോ. ഈ ടയറിൽ നമ്മൾ വീണ്ടും വെള്ളം നിറച്ചിട്ടിട്ട് വാഴത്തണ്ടില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ വെള്ളത്തിലേക്കിട്ട് മിനിമം ഒരു 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ പുളിപ്പൊക്കെ ഇങ്ങ് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ധൈര്യത്തോടെ ഇതിന് മീൻ ഇടാം. അപ്പോൾ നമ്മൾ വാഴത്തണ്ട് മാറ്റുകയാണ്. ഇനി വെള്ളം കളഞ്ഞ് ഉണക്കിയെടുത്ത ശേഷം നമുക്ക് പെയിൻറ് ചെയ്ത് പോണ്ട് അടിപൊളിയാക്കി എടുക്കാം. പെയിൻറ്റിങ് സെഷൻ അച്ഛൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലടിക്കുന്നത് ഡാം പ്രൂഫ് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഡാം പ്രൂഫ് ഏഷ്യൻ പെയിൻസിൻ്റെ ആണ്. നല്ല 1ാം ക്ലാസ് ഒരു ലീക്ക് പ്രൂഫാണ്. ഇത് 2 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ഉണ്ടാവുന്ന പേടിയേ വേണ്ട. അത്രയ്ക്കും ലീക്ക് പ്രൂഫാണ്. നല്ല സൂപ്പർ പെയിൻറ്റിന് ഫിനിഷ് ഉള്ളതാണ്.
ഇത് വൈറ്റ് കളറിലാണ് നമുക്ക് വാങ്ങിക്കാൻ കടകളിൽ കിട്ടുക. നമുക്ക് ആവശ്യമുള്ള സ്റ്റൈനർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കളർ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളിതിൽ അല്പം ബ്ലൂ സ്റ്റൈനർ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പർ വൈറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ അല്പം ലൂസാക്കി അടിച്ചാൽ വളരെ നല്ലതാണ്. എന്തെങ്കിലും ചെറിയ ലീക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയാൻ നല്ലതാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൂസാക്കി അടിക്കാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ലൂസാക്കാതെ ഇതെങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണം. ടയറിൻ്റെ പുറംഭാഗത്തുള്ള ഈ ഡിസൈനുകളും വരകളൊക്കെ ശരിക്കും തെളിഞ്ഞ് കാണുന്നതിന് വേണ്ടി നമ്മൾ മെറ്റാലിക് ഫിനിഷുള്ള ഒരു ഡാർക്ക് ഗ്രേ ആണ് അടിക്കുന്നത് കേട്ടോ. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരി ലൈനുകളൊക്കെ ശരിക്കും തെളിഞ്ഞ് കാണും. അതുകൊണ്ട് നമ്മൾ ഈ മെറ്റാലിക് ഫിനിഷുള്ള ഗ്രേ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ ഉള്ളും പുറകിൽ 2 കോട്ട് വീതം അടിച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടാങ്കിലും ഫിഷ് പോണ്ടിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഉണക്കി ഉടനെ തന്നെ വെള്ളം നിറച്ച് മീനെ ഇടാൻ പാടില്ല. പെയിൻറ്റ് നല്ല ഒന്നാന്തരം കെമിക്കലായതുകൊണ്ട് മീനുകൾ ഉറപ്പായും ചാവും. പെയിൻറ്റ് ഉണങ്ങിയ ശേഷം പോണ്ടിൽ നിറയെ വെള്ളം നിറച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ദിവസമെങ്കിലും വെക്കണം. ഈ 5 ദിവസവും നമ്മൾ ഡെയിലി ഇതിൻ്റെ വെള്ളം പുതിയ വെള്ളം മാറ്റി ഒഴിക്കാൻ മറക്കരുത്. എങ്കിലേ ഇതിൻ്റെ കെമിക്കൽ എഫക്റ്റുകളൊക്കെ തീർന്ന് മീനെ ഇടാൻ പാകമാകുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടയർ പോണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മീനൊക്കെ ആയിട്ട് ഭംഗിയാക്കാം. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. 2 വർഷം മുമ്പേ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്താണ്. അത് നമ്മുടെ വീട്ടിലെ ഹാളിലാണ് വെച്ചിരിക്കുന്നത്. ഈ ടയർ പോണ്ട് നമ്മൾ നമ്മുടെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പോണ്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് ഈ ഫിഷ് പോണ്ട് വെക്കുന്നത്. അപ്പോൾ വെറും നിലത്ത് നമ്മൾ ഇത് വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ടയറിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണത്. കമ്പിയൊക്കെ വരുന്നൊരു ഭാഗം. ഇത് നമ്മളിതിൻ്റെ ബേസായിട്ട് വെക്കുകയാണ്. പോണ്ട് ശ്രദ്ധിച്ച് ആ ബേസിൻ്റെ മുകളിലേക്ക് നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. ഈ പോണ്ടിൻ്റെ ഉള്ളിലേക്ക് കല്ല് നമ്മൾ അടിഭാഗത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. പുഴയിൽ നിന്ന് എടുത്ത കല്ലാട്ടോ. വെളുത്ത വെള്ളാരം കല്ല് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വലിയ കല്ലൊക്കെ നമ്മളൊന്ന് തല്ലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇതേപോലെയുള്ള ഒരു ടയറോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അതിനെ ചുറ്റി വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിലേക്കൊന്നും തെറിക്കാതിരിക്കും. കാരണം വെച്ചാൽ വെള്ളാരം കല്ലായതുകൊണ്ട് പെട്ടെന്ന് അടിക്കുന്ന സമയത്ത് തെറിച്ച് കണ്ണിലൊക്കെ ആയി പരിക്കേക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അടിച്ച് പൊട്ടിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളിത് അടിഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഈ കല്ല് നിരത്താൻ വേണ്ടി പോവാണ്. ടയറ് വിരിച്ച് അത് തിരിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലായത്. അപ്പോൾ കുറച്ച് കല്ല് ഏറെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ നമ്മൾ ഇങ്ങനെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന സ്റ്റോണൊക്കെ മേടിക്കാൻ നല്ല കോസ്റ്റ് വരും. എന്തായാലും വരും. കിലോയ്ക്ക് നല്ല റേറ്റ് വരും. 100 രൂപ പ്ലസ് ഒക്കെയാണ് സാധാരണ റേറ്റ് വരിക. അപ്പോൾ നമ്മളടുത്ത് പുഴ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ചിലവ് വന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരം അല്പം നേരം വെയിൽ കൊണ്ടുവന്നുള്ളൂ. അത് നല്ല ഭംഗിയുള്ള കല്ലുകൾ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. കൂടുതലും കിട്ടിയത് ചെറിയ ചെറിയ കല്ലുകൾ, നമ്മളെ കറക്റ്റ് സൈസുള്ള കല്ലുകൾ, ഇങ്ങനെയുള്ള കല്ലൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തല്ലി പൊട്ടിക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് വലിയ കല്ലുകൾ കിട്ടിയൊക്കെ നമ്മളൊന്ന് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. എടുത്ത കല്ല് എന്തായാലും കറക്റ്റായിരുന്നു കേട്ടോ. തികയാതെ വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത്ര വലിയ ടയറായതുകൊണ്ടേ എത്രത്തോളം എമൗണ്ട് വേണ്ടി അറിയില്ലായിരുന്നു. പക്ഷേ കറക്റ്റ് എല്ലാ ഭാഗവും നല്ലതുപോലെ ഫില്ലായിട്ട് കല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് നിറയ്ക്കുന്നില്ല. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്
ഉദ്ദേശിക്കുന്നുള്ളൂ. മീൻ പുറത്തെടുത്ത് ചാടാനൊക്കെ സാധ്യത ഉണ്ടാവുമല്ലോ. 2 പ്ലാന്റ് ഈ ഒരു പോണ്ടിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൈനീസ് ബാമ്പു ആണ്, അടുത്തതൊരു വെക്കുന്നതൊരു വാട്ടർ പോപ്പിൻ്റെ ഇനത്തിൽപ്പെട്ടൊരു ചെടിയാണ്. ഇതാണ് വാട്ടർ പോപ്പിയുടെ വെറൈറ്റി. അപ്പോൾ നമ്മളൊരു കുപ്പിയിലേക്ക് വെച്ചിട്ടുണ്ട്. വളമുള്ള മണ്ണ് നമ്മൾ അടിഭാഗത്തിട്ടു. ആ ചെടി മുകളിലേക്ക് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മണൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ ചുവട്ടിലേക്ക് നമ്മൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് മുകളിലേക്ക് പൊന്തി വരും കേട്ടോ. ഇനി നമ്മൾ വെക്കുന്നത് ഈ ചൈനീസ് ബാമ്പു ആണ്. അതിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു അറേഞ്ച്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം ഒന്നാകെ നമ്മൾ ഒഴിക്കുന്നില്ല, പതുക്കെ സാവധാനത്തിൽ ഒഴിക്കുന്നുള്ളേ. കല്ല് നമ്മൾ കഴുകിയെടുത്തതാണ്, അടിച്ച് പൊട്ടിച്ച ശേഷം നല്ലപോലെ കഴുകിയെടുത്താണ്. അതുകൊണ്ട് ചെളിയൊന്നും ഉണ്ടാവുമൊന്നുമില്ല. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള 2 പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിൻ്റെയും ചെടി മുകളിലേക്ക് പൊന്തില്ല. നമുക്ക് ധൈര്യമായിട്ട് കറക്റ്റ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 പോട്ടിലെയും വെച്ചിരിക്കുന്ന ചെടികളുടെ മണ്ണൊന്നും ചെളിയൊന്നും ആയിട്ടില്ല. നമുക്ക് കാണാൻ സാധിക്കും വെള്ളത്തിൻ്റെ കളറൊന്നും മാറിയിട്ടുള്ള വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പോണ്ടിലേക്ക് മീനെ ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇടുന്നത് ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്, മറ്റേതിനെ ആ കാണുന്ന ആ മീനിന് നമ്മൾ SK ഗോൾഡ് എന്നാണ് പറയുക. പിന്നെ ആ കാണുന്ന 3 എണ്ണം സീബ്ര ഡാനോസ് ആണ്. പിന്നെ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവരെ പിടിച്ചിട്ട് പോണ്ടിലേക്ക് ഇടാം. നമ്മൾ ആദ്യം ഈ ഗോൾഡ് ഫിഷിനെ അപ്പോൾ അതിലേക്ക് ഒന്ന് ഇറക്കി വിടുകയാണ്. സാവധാനത്തിൽ അവനങ്ങ് ഫ്രീ ആക്കി. ഈ ഒരു പോണ്ടിലിപ്പോൾ ഏകദേശം 20 ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ മീനുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇട്ടുപോലത്തെ ഗപ്പി അല്ലെങ്കിൽ സീബ്ര ഡാനിയോസ്, പ്ലാറ്റി, മോളി തുടങ്ങിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു പോണ്ടിൽ വളർത്താൻ പറ്റുന്നതാണ്. നമ്മളിട്ടിരിക്കുന്ന ആ 2 മീനുണ്ടല്ലോ, കാണുന്ന ഗോൾഡ് ഫിഷും ആ SK ഗോൾഡും, അവരെ പോലുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിൽട്രേഷൻ ഇല്ലാതെ ഇതിൽ അധിക കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ നമ്മൾ താഴത്തെ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നാണ്. ഗസ്റ്റ് ആർട്ടിസ്റ്റുകളാണ്. അവർ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ആ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ചെറിയ ഫിഷുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗപ്പി, അതുപോലെ പ്ലാറ്റി, മോളി തുടങ്ങിയിട്ടുള്ള ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഫിൽട്രേഷൻ ഇല്ലെങ്കിലും കുറേ കാലം ഈ വെള്ളത്തിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന 2 ചെടികളുണ്ടല്ലോ, ഈ പ്ലാന്റ് രണ്ടും ഈ വെള്ളത്തിൽ ഡെവലപ്പ് ചെയ്യണ അമോണിയ, ഫിഷിൻ്റെ വേസ്റ്റ് വഴി ഉണ്ടാവുന്ന അമോണിയ അബ്സോർബ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ പിന്നെ പൊല്യൂട്ടാവുന്ന പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ വലിയ മീനുകൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിൽട്രേഷൻ വയ്ക്കാതെ ഒരിക്കലും ഇടാൻ ശ്രമിക്കരുത് കേട്ടോ. ബാൽക്കണിയുടെ ഷെയ്ഡിലാണ് നമ്മൾ ഈ പോണ്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം ചൂടാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പോണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 കിലോ സിമെൻറ്റിൻ്റെ 15 രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. ടയറും അതുപോലെ തന്നെ പെയിൻറ്റ്, കമ്പിയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പോണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു 15 ദിവസമാണ് വേണ്ടി വന്നത്. സിമെൻറ്റ് ഉണങ്ങാനും പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഉണക്കിനെല്ലാം കൂടെ അത്ര സമയം നമുക്ക് എടുത്തു. ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പെയിൻറ്റ് അടിച്ചതിന് ശേഷം അതിന് പിറ്റേ ദിവസം ഒരിക്കലും നിങ്ങൾ മീനെ കൊണ്ടിട്ട് പോണ്ടിലിടരുത്. വെള്ളം ഒരു തുടർച്ചയായിട്ടൊരു 4-5 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയി നമ്മൾ വെള്ളം ഒന്ന് മാറ്റി ആ പെയിൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം മീനിടുക. കാരണം കുഞ്ഞു ജീവനുകളാണ്, അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമുക്കതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ജീവനുകളല്ലേ, അപ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ജീവൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ പെയിൻറ്റിൻ്റെ ആ ഒരു സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ മീൻ അതിലേക്കൊന്ന് ഇടുക. ഈ പോണ്ടും ഈ മീനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. അല്പം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള ടയർ കൊണ്ടുള്ള പോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.